ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ട് ഇന്ന് ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുന്നു. 1925 ഡിസംബർ 26 കാൺപൂരിൽ വെച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ യോഗം. ഒട്ടേറെ വെല്ലുവിളികളോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. ആയിരത്തി 1920കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ പലയിടത്തും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പിറന്നു. ബോംബെയിൽ എസ് എ ഡാങ്കെ, കൊൽക്കത്തയിൽ മുസഫർ അഹമ്മദ്, മദ്രാസിൽ എം ശിങ്കാരവേലു ചെട്ടിയാർ, ലാഹോറിൽ ഗുലാം ഹുസൈനി എന്നിവർ വിത്തുപാകി. രഹസ്യമായിരുന്നു ഗ്രൂപ്പുകളുടെ പ്രവർത്തനം. 1921 അഹമ്മദാബാദിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ വിതരണം നടന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം മൗലാന ഹസ്രത്ത് മൊഹാനി അവതരിപ്പിച്ചു. സത്യഭക്ത വിതരണം ചെയ്ത ലഘുലേഖയിലൂടെ 1925 ഡിസംബർ 26 മുതൽ 28 വരെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ കാൺപൂരിൽ സമ്മേളിച്ചു. ആ സമ്മേളനത്തിൽ ഗ്രൂപ്പുകൾ ഒത്തുചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് സ്വീകരിച്ചു. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവി. ഒളിവിലും തെളിവിലുമായി ഒരു നൂറ്റാണ്ട്. തേബാഗയും തെലങ്കാനയും പുന്നപ്രയും വയലാറും പോലെ എണ്ണമറ്റ പോർമുഖങ്ങൾ. ജനാധിപത്യപരമായി ഭരണം പിടിച്ചെടുത്ത അപൂർവ അനുഭവങ്ങൾ. ഇന്ത്യൻ അവസ്ഥയും സ്വന്തം വഴിയും നിശ്ചയിക്കുന്നതിലെ നിരന്തരമായ കലഹങ്ങൾ. പല പല പിളർന്നുമാറലുകൾ. ദേശീയതയോട് എതിരിടാനാകാത്ത ദൗർബല്യങ്ങൾ. ഹിന്ദി ഹൃദയഭൂമിയിൽ മണ്ഡൽ കമണ്ഡൽ രാഷ്ട്രീയത്തിനു മുന്നിൽ തകർന്നുപോയ അടിത്തറ. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ശോഷിച്ച് ദേശീയ പാർട്ടി പദവി പോലും നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുകയാണ് CPI. അതിതീവ്ര വർഗീയ സാമ്രാജ്യത്വ കൂട്ടുകെട്ടിനെ നേരിടാൻ ഇപ്പോഴും പുതുവഴികൾ തേടുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ തുടങ്ങിയപ്പോഴേതിനേക്കാൾ പരിക്കുകളേറ്റ് ചുമന്നു നിൽക്കുകയാണ് ചെങ്കൊടി. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.